കഴിക്കുന്നതിനിടയിൽ ബുദ്ധി പരീക്ഷിക്കട്ടെ. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ക്വസ്റ്റ്യൻ ചോദിച്ച ഉത്തരം പറയണം. എളുപ്പമുള്ള ചോദിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം. നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അല്ല. അല്ല. ആഫ്രിക്ക. മണ്ട. ആണോ ഉദ്ദേശിച്ചത്? ഒരാള് മരുഭൂമി കൂടെ നടന്നു പോയിരുന്നു. അപ്പൊ അയാള് പെട്ടെന്ന് ടയേർഡായി. അയാൾക്ക് വിശ്രമിക്കാൻ അവിടെ എങ്ങും ഒരു സ്ഥലവും ഇല്ല, മരുഭൂമിയില്ല. പക്ഷെ അയാളുടെ കയ്യിൽ ആകെയുള്ള ഒരു തേങ്ങയാണ്. തേങ്ങ. അയാൾ എങ്ങനെ വിശ്രമിക്കും? ഉത്തരം പറ. പറയട്ടെ. അയാൾ ആ തേങ്ങ 2 കഷ്ണമായിട്ട് മുറിക്കും. അപ്പൊ മുറി വരുമല്ലോ. ഒരു മുറിയിൽ അയാൾ താമസിക്കും, മറ്റേത് വേണേ റേഞ്ചിന് വാടകയ്ക്ക് തരാം. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുക, പൊത്തുക ചളിവാരി. ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കിട്ടുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ലേ? എന്തിന്? സമയം നോക്കാൻ. ശരിയാ. ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ആൾവെല്ലാരും പേരാണോ? അല്ല, സാധാരണ നമ്മുടെ ഗൂഗിള്. അതിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? സാധാരണ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? പേ പിടിക്കും. ഗൂഗിൾ പേ. ഒരാള് ദോശ ചുട്ടോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ആ ദോശ പറന്നുപോയി. എങ്ങനെ? ഒരാള് ദോശ ചുട്ടോണ്ടി ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവിടുന്ന് മാറുന്നുള്ളൂ. പെട്ടെന്ന് ആ ദോശ പറന്നുപോയി. എങ്ങനെ? അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പ്ലെയിൻ ദോശയായിരുന്നു. ഞാൻ കുത്തിച്ചാവണോ നിന്നെ കുത്തിക്കൊല്ലണോ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. അടുത്തത്. ഇത് കഴിയണമെന്നില്ല, ഇതിന്റെ അവസാനം ഒന്നല്ലേ? മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് ഉയരുന്ന സാധനം. മഴ പെയ്യുമ്പോൾ എന്ത് സാധനം മുകളിലോട്ട് ഉയരുന്നത്? ജലനിരപ്പ്. അല്ല, കൊട. അപ്പൊ അതായിരുന്നു കാര്യം. ഒരു കല്യാണ വീട്ടിൽ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ചോറ് തീർന്നു പോയി. എന്നിട്ടും അവരെല്ലാവർക്കും ചോറ് കൊടുത്തു. എങ്ങനെ? നിന്റെ തലച്ചോറ് ഊരി കൊടുത്തുണ്ടോ? ഇല്ല, അവർ കല്യാണം കുട്ടിച്ചോറാക്കി. അപ്പൊ ആ ചോറ് എല്ലാവർക്കും കൊടുത്തു. വിളിച്ചോണ്ട് പോടോ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.